കഴിഞ്ഞ 2 വീഡിയോ കണ്ട് ഇത് ഫോളോ ചെയ്യാമെന്ന് തീരുമാനിച്ചവരോടാണ് ഇന്ന് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ 4 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. ഒട്ടാകെ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ തുടങ്ങും, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ആയിട്ടുണ്ടാവും, ടാനിങ് കുറഞ്ഞിട്ടുണ്ടാവും, ബ്ലോട്ടിങ് ഇല്ലാണ്ടായിട്ടുണ്ടാവും, റെഗുലർ ആയിട്ടുള്ള ബവൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, സ്ട്രെസ്സ് കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾ ഈ 4 വീക്കിൽ, കൃത്യം 4 വീക്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഇനിയുള്ള പാർട്ടാണ് ഈ ഗട്ട് റീസെറ്റിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. ആദ്യത്തെ ഇത്രയും വ്യത്യാസം കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഓക്കെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. എന്നാലും ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം നമുക്കിത് നിർത്തി പോവേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ആ അവസ്ഥ ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, നമുക്ക് അടുത്ത ദിവസം കഴിക്കേണ്ട സാധനം എന്താണെന്ന ഒരു ഐഡിയ നമുക്ക് ഇന്നേ ഉണ്ടാവണം. അതായത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിൻ്റെ ഇടയ്ക്ക് കഴിക്കേണ്ട സ്നാക്സ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്, നമുക്ക് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ നട്ട്സ്, സീഡ്സ് സോക്ക് ചെയ്തതും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ബട്ടർ മിൽക്ക്, ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ്, ബോൺ ബ്രോത്ത്, ഇതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 1 വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനൊക്കെ കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കേണ്ട ആ ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ബെറ്റർ ആവും, കുറച്ചുകൂടി സിമ്പിൾ ആവും ലൈഫ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നിങ്ങൾ 80-20 റൂള് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 80% നിങ്ങൾ ക്ലീൻ ആയിട്ട് കഴിക്കുക. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് കഴിച്ചുവിടാത്ത സാധനം. അപ്പോൾ നിങ്ങളുടെ ഫുഡിൽ അതുണ്ടോയെന്നും ചെക്ക് ചെയ്യുക. ഫുഡില്ലെങ്കിൽ ക്ലീൻ ആയിട്ട് ഫുഡ് കഴിക്കുക. 80% ക്ലീൻ ആയിട്ടും 20% നിങ്ങൾക്ക് ഗിൽറ്റ് ഫ്രീ ആയിട്ടും കഴിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. ഓക്കെ, വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് നമ്മളെ കയ്യിൽ സ്റ്റോർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സാലഡ് പോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോസ് പുഴുങ്ങിയതുണ്ടായിരിക്കണം. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഇടയ്ക്ക് വിശപ്പ് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് നമ്മളുടെ ഗട്ടിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം. കാരണം നമ്മൾ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന കഴിച്ചു പോകും. സോ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ കട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്കിൻ കെയറിൻ്റെ വീഡിയോ അടുത്തത് ഞാൻ പറയാം. എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ലൈക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് ആരൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട്, വളരെ ബേസിക്കായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗ്രോത്ത് മനസ്സിലാവും. ഓക്കെ, ബൈ.